എല്ലായിടങ്ങളിലും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നിങ്ങൾക്കൊരു നറേറ്റീവ് ഉണ്ടാകണം. ആ നറേറ്റീവ് വെച്ചുകൊണ്ടാണ് ബീഹാർ നരേന്ദ്രമോദിയും കൂട്ടരും പിടിച്ചത്. അതിപ്പോൾ ഇവിടുത്തെ എൻഡിഎ ആയാലും ഇവിടുത്തെ ബിജെപി ആയാലും നിങ്ങൾക്ക് കൃത്യമായ ഒരു നറേറ്റീവ് വെച്ച് മുന്നോട്ട് പോയിട്ടേ കാര്യമുള്ളൂ. അല്ലാതെ ഏകീകൃത സ്വഭാവമില്ലാത്ത ക്യാമ്പയിനുകളൊന്നും ഒരു വിവാദമാണ് നിങ്ങൾ ഉയർത്തിക്കാട്ടുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു നേട്ടമാണ് ഉയർത്തിക്കാട്ടുന്നതെങ്കിൽ അങ്ങനെ ഒരു ഏകീകൃത സ്വഭാവം അതിന് ഉണ്ടായേ തീരും. ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും കറക്റ്റ് ചെയ്യട്ടെ എന്ന് കരുതി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. 3 മുന്നണികൾക്കും പ്രശ്നങ്ങളുണ്ട്. 3 മുന്നണികൾക്കും അവർക്കെതിരെ പറയാൻ കഴിയുന്ന വിഷയങ്ങൾ നിൽക്കുന്നുണ്ട്. ഓരോന്നായി നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ എൽ.ഡി.എഫിന് ഭരണവിരുദ്ധ വികാരം വേണമെങ്കിൽ ചർച്ചയാക്കാം. കാരണം 10 വർഷമായി തുടർച്ചയായി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെയ്ത കാര്യങ്ങളിലെ പോരായ്മകൾ, വിവാദങ്ങൾ, ഏറ്റവും ഒടുവിലത്തെ ഈ സ്വർണ്ണപ്പാളി, സ്വർണ്ണക്കൊള്ള വിഷയത്തിലെ 2 അറസ്റ്റുകൾ, എൻ വാസുവിൻ്റെയും പത്മകുമാറിൻ്റെയും അറസ്റ്റ് അടക്കം എത്ര നന്നായി അവതരിപ്പിക്കാനും ആളുകളിലേക്ക് എത്തിക്കാനും സാധിക്കും. ആ രീതിയിലുള്ള ഒരു ക്യാമ്പയിനിലേക്ക് പോകാതെ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അത് ഒരുപക്ഷേ ശബരിമല യുവതീ പ്രവേശം ചർച്ചയാക്കിയപ്പോൾ വോട്ട് പോയത് എങ്ങനെയാണെന്നുള്ളൊരു പാറ്റേൺ ശ്രദ്ധിച്ചിട്ടാകാം. അല്ല എങ്കിൽ അത് കൊടുക്കേണ്ടത് പൊന്നും മണ്ണും കക്കുന്ന സർക്കാരാണ് എന്ന രീതിയിൽ. ഇപ്പോൾ തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം അതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടുത്തെ ഒരു ക്യാമ്പയിൻ അതാണ്, മണ്ണിലും പൊന്നിലും തട്ടിപ്പ് എന്നുള്ളതാണ്. അപ്പോൾ പ്രാദേശികമായി ജില്ലാതലത്തിൽ അതുപോലെ തന്നെ ഓരോ ഏരിയ കേന്ദ്രീകരിച്ച് അങ്ങനെയൊക്കെ ചില വിഷയങ്ങൾ ചർച്ചയാക്കുന്നുണ്ട്. പക്ഷേ ഒരു പൊതു സ്വഭാവം നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലെ നമുക്ക് ഒരിക്കലും കാണാൻ കഴിയില്ല. അതുകൊണ്ട് ഈ വിവാദങ്ങൾ എത്രത്തോളം 3 മുന്നണികൾക്കും തിരിച്ചടിയാകുമെന്ന് ചോദിച്ചാൽ വലിയ രീതിയിൽ ആകാനുള്ള സാധ്യത കുറവാണ്. അവിടെ പ്രാദേശികമായി തന്നെ വോട്ട് പിടിച്ച ആ ഒരു പാറ്റേണിലേക്ക് വരാനുള്ളൊരു സാധ്യത നമുക്ക് കാണാം. പക്ഷേ ഇവിടെ ഞാൻ ആശങ്കയോടെ കാണുന്ന മറ്റൊരു കാര്യം, കഴിഞ്ഞ ദിവസം നമ്മൾ വിമതരെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇവിടെ മുന്നണികൾക്കകത്തെ ഭിന്നിപ്പുണ്ട്. ഇപ്പോൾ CPI, CPIM ഭിന്നത നമ്മൾ പലയിടങ്ങളിൽ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ആലപ്പുഴ, കൊല്ലം, എറണാകുളം 3 ജില്ലകളിലും CPI, CPIM രണ്ടായി നിൽക്കുന്നത്. ആലപ്പുഴയിൽ പ്രത്യേകിച്ചും രാമങ്കരിയിൽ തുടങ്ങി അങ്ങോട്ട് അത് പടരുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നു.